നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാൻ ജയ്സൽമീറിലാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളെ കൂടെ ഒരു ഗൈഡുണ്ട് സഞ്ജയ് എന്ന പേര്. അപ്പോൾ മൂപ്പരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്താണ് നമ്മളെ അനുഭവം? നമ്മളിപ്പോൾ ജയ്സൽമീറിൽ ഏകദേശം 2.5 ദിവസമായി ടോട്ടല്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കൺട്രി സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലൊക്കെ പോയി. പിന്നെ ഒരു ഫോർട്ടിലേക്ക് ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ഫാമിലിയുമായി ഈ സഞ്ജയ് ഭായിനെ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റിസോർട്ടിൽ കുറച്ച് പൈസ ഒക്കെ ചിലവാക്കിയിട്ടാണ് ഈ പിന്നെ ഫോർട്ടിലൊക്കെ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു ഫാമിലി നമുക്കിങ്ങനെ സഞ്ജയ് ഭായിനെ പരിചയപ്പെടുത്തി. ഞങ്ങൾ ബോർഡറിലേക്ക് പോകാനൊക്കെ നിൽക്കുന്ന സമയത്ത് ബൈക്കിൽ പോകാനുള്ള പ്ലാനും കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. എവിടുന്ന് ബൈക്ക് എടുക്കണമെന്ന് അറിയില്ല, എങ്ങനെ പോകണമെന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ മലയാളിയാന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ പാസ് ചെയ്യുമ്പം ഈ സഞ്ജയ് ഭായ് ഞങ്ങളെ പരിചയപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഞാൻ ഈ ഫാമിലീനെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾ നിൽക്കി, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫാമിലി തന്നെ പറയുന്നുണ്ട് ഇവർ നല്ല മനുഷ്യനാണ്, ഒന്നും ആഗ്രഹിച്ചിട്ടല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നാൽ അവർ അത്രയും പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇയാൾ നമ്മളോട് ഇൻട്രസ്റ്റ് കാണിച്ച് നമ്മുടെ നമ്പർ വാങ്ങി. അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടുന്ന് 1 മണിക്കൂർ കൊണ്ട് ഫ്രീ ആയി. ആ സമയമാകുമ്പോഴത്തേന് അയാൾ ഇങ്ങോട്ടേക്ക് കോൾ ചെയ്തു വണ്ടി എടുത്തോന്ന് ചോദിച്ച്. പിന്നെ കുറച്ച് ഞങ്ങൾക്ക് ടൈം കൺസ്യൂം ചെയ്യേണ്ട പേരിൽ വണ്ടി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ന് കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഇന്ന് കാണാം, ഞങ്ങൾക്ക് നാളെ ട്രെയിനുള്ളത്. അതുകൊണ്ട് ആ സമയത്തുള്ള എല്ലാ വില്ലേജുകളും ഇവിടെ ജയ്സൽമീറിലുള്ള മുഴുവൻ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കവർ ചെയ്ത് ഇന്ന് വൈകിട്ടുള്ളിൽ ഞങ്ങൾ ഏകദേശം ജയ്സൽമീറിൽ മുഴുവൻ ഭാഗങ്ങളും. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഹിസ്റ്ററി അവിടുത്തെ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് എവിടെ നിന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ കാണിച്ചു തന്ന് അവിടുന്ന് ഫോട്ടോ എടുപ്പിച്ച് അത്രയും നമുക്കൊരു എന്താണ് ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും സോഷ്യലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇയാളെ കുറിച്ചിട്ട് ഇവിടെ മലയാളികൾ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് നമുക്ക് വിശ്വാസം ആയിരിക്കൂല, നമുക്കൊരു ഡൗട്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രക്കും ഓപ്പൺ ആയിട്ട് നമുക്ക് വേണ്ടി നമ്മളെ ബാക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് വരും. ഇപ്പം ഇവിടെ ഉള്ളൊരു മലയാളി 10 കൊല്ലമായിട്ട് ഇവിടെ ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ മലയാളി പറഞ്ഞതിൻ്റെ അവരും പറഞ്ഞത് സെയിം അഭിപ്രായം. അപ്പം നമുക്ക് ഒന്നും കൂടി കൂടുതൽ ട്രസ്റ്റായി. അതിനുശേഷമാണ് ഒന്നും കൂടി ഇവരെ ഗൈഡൻസ് A to Z എല്ലാ കാര്യങ്ങളും നമ്മളെ ബാക്കിൽ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് നമ്മൾ കൂടെ. നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ചായ പോലും ഇയാൾ കുടിക്കൂല, അന്ന് നിങ്ങൾ കൊടുത്താലും കുടിക്കൂല. അങ്ങനെ നിങ്ങൾക്ക് എന്ത് സഹായമാണോ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് 1 രൂപ പറ്റിക്കാൻ ഒരാൾ നോക്കുകയാണെങ്കിൽ അത് കണക്ക് പറഞ്ഞ് ചോദിച്ചിട്ട് തന്നെ ഇതാക്കും. ഇതേപോലെ ഈ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് പലർക്കും പല അനുഭവങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് റിവ്യൂകളിൽ ഒരാൾ നെഗറ്റീവ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഫ്രീ സ്റ്റേ, അത് പരിമിതമായ സൗകര്യങ്ങൾ ഇയാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ തന്നെ ഫുഡും ഇയാൾ പറഞ്ഞു തരും. നമ്മൾ ഓക്കെ ആണെങ്കിൽ അതിലാക്കാം. അതല്ല നമ്മൾക്ക് കുറച്ച് ചിലവാക്കാനുണ്ടെങ്കിൽ ആ ഒരു പൈസ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ജയ്സൽമീറിൽ ഒരാളും പട്ടിണി കിടന്നിട്ടോ സ്ഥലം കാണാതെയോ ടൈം വേസ്റ്റ് ആയിട്ടോ പിന്നെ നഷ്ടപ്പെടൂല സഞ്ജയ് ഭായിനെ കണ്ടുമുട്ടിയാൽ. ഇത് ഉറപ്പാണ്. ഈ ഒരു മനുഷ്യന്റെ പിന്നെ ഈ ഒരു പ്രോത്സാഹനത്തിന് നമുക്ക് ഏത് പാതിരാത്രിയും ഇയാൾ വെൽക്കം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ എല്ലാവരും ചിന്തിക്കും മൂപ്പർക്ക് എന്താണ് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ. അവര് ബേസിക്കലി അത്യാവശ്യം പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അവർക്ക് അതായത് ഒരു പക്ക സോഷ്യൽ വർക്ക് ചാരിറ്റി എന്ന ഒരു രീതിയിൽ മാത്രമാണ് മൂപ്പര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 100% ജെന്യൂൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി വരുന്ന എല്ലാ ആളുകളും, ഞങ്ങൾ 5 ആളുകളുണ്ട്, ഞങ്ങൾ ഒരു ഭാഗമായിട്ട് സംസാരിക്കുകയാണ്. ഏത് ആളുകൾ വരികയാണെങ്കിലും സഞ്ജയ് ഭായിനെ കോൺടാക്ട് ചെയ്യുക. സഞ്ജയ് ഭായിൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ എത്തി കഴിഞ്ഞാൽ കിട്ടും. A to Z കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ പോകുന്ന വരെയുള്ള കാര്യങ്ങൾ ഇവിടെ കേട്ടി. ഓക്കെ, my YouTube channel Sanjay Jaisalmer, subscribe, and all Malayalam student free of course guest house. അപ്പോൾ ഞാനും ഇവരുടെ കൂടെയുള്ള ആളാണ്. അപ്പോൾ ജയ്സൽമീർ ആര് വന്നാലും സഞ്ജയ് ഭായിനെ ബന്ധപ്പെടുക. അപ്പോൾ നമ്പർ നമ്മൾ താഴത്തെ ആടെ ഉണ്ടാവും. ഓക്കെ, വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ സഞ്ജയ് ഭായ്, വെൽക്കം ടു ജയ്സൽമീർ.